തിരുവനന്തപുരത്ത് എത്തിയോ? എത്താറായി. മുഖ്യമന്ത്രിയെ കാണാൻ എവിടെ ഇറങ്ങേണ്ടത്? സെക്രട്ടേറിയറ്റ് പോയാ മതി. അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. അവിടത്തേക്കുള്ള ബസ് ഞാൻ കാണിച്ചുതരാം. എന്താ വല്ല പരാതിയും ബോധിപ്പിക്കാനാണോ? ഏയ്, പരാതിയൊന്നല്ല, ഒരു നന്ദി പറയണം. അതെന്താ അങ്ങനെ ഒരു നന്ദി? നിങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളാ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നത്. ഞങ്ങളൊക്കെ ചെറിയ മനുഷ്യന്മാരാ, ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവര്. ഇത് ഒരു ചെറിയ കാര്യ. 4-5 കൊല്ലം മുമ്പ് പഞ്ചായത്തിന്ന് 3 സെന്റ് സ്ഥലം ശരിയായി. അധികം താമസിയാതെ വീടും പാസായി. ഉള്ളതൊക്കെ വിറ്റ് പെറുക്കി ഒരു തറ കെട്ടി. അതിന്റെ കാശ് പിന്നീട് തിരിച്ചു കിട്ടുകയും ചെയ്തു. ആ നേരത്താണ് മൂത്തമകൻ തെങ്ങുമെന്ന് വീണത്. കയ്യിലുള്ളതും അതിലപ്പുറം ആശുപത്രിയിൽ ചെലവായി. വീടുപണി മുടങ്ങി. ആ തറയിൽ ഒരു കുടില് കെട്ടി ഞങ്ങൾ 6-7 പേര് കൂടി. മഴയെന്ന് വരുന്നത് പേടിച്ചിരിക്കുമ്പോഴാ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ വന്നത്. പാവങ്ങൾക്ക് ലൈഫ് എന്ന പേരിൽ 5 ലക്ഷം വീടുകളുടെ പണി നടക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ട് പണി തുടങ്ങി പൂർത്തിയാക്കാത്ത വീടുകളുടെ പണി ആദ്യം ചെയ്തു കൊടുക്കുന്നു പറഞ്ഞു. ഞങ്ങളുടെ കയ്യില് കാശൊന്നുമില്ലാന്ന് ഞങ്ങൾ കരഞ്ഞു പറഞ്ഞു. അപ്പൊ പ്രസിഡന്റ് പറയുക, നിങ്ങളൊന്നും തരണ്ട, നിങ്ങൾക്ക് വീട് പണിത് തരാന്ന്. സത്യാണോ സ്വപ്നാണോ എന്ന് മനസ്സിലായില്ല. കുറെ കാലം കഷ്ടപ്പാട് മാത്രമായിരുന്നില്ലേ. കണ്ണടച്ചു തുറന്ന വേഗത്തിലായിരുന്നു പിന്നെ കാര്യങ്ങള്. നാട്ടുകാരും സർക്കാരും ഒപ്പം കൂടി തല കായ്ക്കാൻ ഒരു വീടായി. എന്നാ പിന്നെ കേറി താമസിച്ചൂടെ? എന്തിനാ മുഖ്യമന്ത്രിനെ കാണുന്നത്? ഒരു സ്വപ്നം പോലെയാ തോന്നുന്നത്. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടെന്ന് പറയണ പോലെ ആരുമില്ലാത്തവർക്കുണ്ടായതാ ഈ സർക്കാർ. മുഖ്യമന്ത്രിയെ കണ്ട് കൈകൂപ്പി നന്ദിന്നൊരു വാക്ക് പറയണം. അങ്ങനെ ഒരു മോഹം അതിനുവേണ്ടി ഇറക്കി തിരിച്ചതാ ഞങ്ങള് രണ്ടാളും. അപ്പോ വെറുതെ അല്ലേ പറയുന്നത്? ഈ സർക്കാർ വന്ന എല്ലാം ശരിയാവുന്ന്? പുതിയ പരീക്ഷകളോടെ